In the last class, we discussed punctuation marks like comma, semicolon, colon, double quotation mark, and single quotation mark. Today, we'll learn a few more punctuation like apostrophe. എപ്പോഴാണ് നമ്മൾ ഒരു എപ്പോസ്ട്രഫി ഉപയോഗിക്കുക? എപ്പോസ്ട്രഫി ഇൻഡിക്കേറ്റ്സ് കോൺട്രാക്ഷൻ. അതായത് ചില വാക്കുകളെ നമ്മൾ കോൺട്രാക്ട് ചെയ്യാൻ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോസ്ട്രഫി ഉപയോഗിക്കും. ഡു നോട്ട് എന്നുള്ള രണ്ട് വാക്ക് മാറ്റി സിംഗിൾ വാക്കായി ഉപയോഗിക്കാൻ നമ്മൾ ഡോണ്ട് എന്ന് ഒരു എപ്പോസ്ട്രഫി ഇട്ടതിന് ശേഷം ഡോണ്ട് പറയും. DON എപ്പോസ്ട്രഫി T. അതേപോലെ കുഡിൻറ്റ്, ഷാൽന്റ് അങ്ങനെയൊക്കെ പറയുമ്പം ആ ഒരു കോൺട്രാക്റ്റഡ് ഫോം ഷുഡ് നോട്ട്, ഷുഡിൻറ്റ്, കുഡ് നോട്ട്, കാൺട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയുള്ള കോൺട്രാക്ഷന് നമ്മൾ എപ്പോസ്ട്രഫി ഉപയോഗിക്കും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് യൂസ് കോൺട്രാക്റ്റഡ് ഫോംസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ബിക്കോസ് ദേ ആർ നോട്ട് അപ്രീഷിയേറ്റഡ് ഇൻ ഇറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചു, അത് ഒരു അൺആക്സെപ്റ്റബിൾ ഫോം ആണ്. എപ്പോഴും ഡു നോട്ട് അല്ലെങ്കിൽ കുഡ് നോട്ട്, വുഡ് നോട്ട് അങ്ങനെയുള്ള ഫുൾ ഫോംസ് തന്നെ ഉപയോഗിക്കാം. Then it also denotes possession. Possession എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഒരാളുടെ ആണ് എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യം അയാളുടെ പൊസഷൻ ആണ് എന്ന് പറയുമ്പോൾ അപ്പോസ്ട്രഫി എസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യുവേഴ്സ്, YOURS, യുവേഴ്സ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഹിസ്, സോറി ഇറ്റ് ഈസ് ഹേഴ്സ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അരുൺസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോസ്ട്രഫി എസ് ഉപയോഗിക്കാറുണ്ട് പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. It is also used to form the plural of a number of letter, symbol, abbreviation and to indicate some omitted letters in formal writing. ചില പ്ലൂറൽ ഫോംസ് ഒക്കെ നമ്മൾ അപ്പോസ്ട്രഫി ഇട്ടിട്ട് ചെയ്യാറുണ്ട്. So see, ഇതൊരു പ്ലൂറൽ ഫോം ആണ്. When do you use apostrophe in a plural form? And how do you put apostrophe? It is a boys' school. Boy apostrophe S എന്ന് പറഞ്ഞാൽ ഒരു ബോയിന്റെ സ്കൂൾ ആണെന്നാണ് അർത്ഥം. അതിന് പകരം യു ഹാവ് ടു സേ ദാറ്റ് ഇറ്റ്സ് എ ബോയ്സ് സ്കൂൾ അല്ലെങ്കിൽ ഗേൾസ് സ്കൂൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് apostrophe ആഫ്റ്റർ ദ പ്ലൂറൽ S. In order to indicate possession of a plural noun, the apostrophe is marked after the plural S. ഇപ്പോൾ students, ഒരു സ്റ്റുഡന്റിന്റെ പെൻ, ഇറ്റ് ഇസ് ദ സ്റ്റുഡൻസ് പെൻ എന്ന് പറഞ്ഞാൽ ടി കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രഫി എങ്കിൽ ഒരു കുട്ടിയുടെ പെൻ എന്നാണ് അർത്ഥം. ഓൺ ദ അതർ ഹാൻഡ് സ്റ്റുഡൻസ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളുടെയും ഹെൽപ്പ് ഡെസ്ക്, അവർക്ക് വരാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നാണ് അർത്ഥം. അപ്പൊ എസ് കഴിഞ്ഞ് പ്ലൂറൽ എസ്, പ്ലൂറൽ മാർക്കർ ആയിട്ടുള്ള എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി ഇടാം. അപ്പം ദാറ്റ് ഇസ് ഹൗ യു മാർക്ക് അപ്പോസ്ട്രഫി ഇൻ പ്ലൂറൽ സബ്ജക്ട്സ്, പ്ലൂറൽ നൗൺസ്. So possessive forms of personal pronouns like yours, ours, hers, mine, theirs and its do not take apostrophes. ഇവിടെ ഒരു കോമ ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. മൈൻ കഴിഞ്ഞാൽ കോമ ഉണ്ട്. സോ മൈൻ, ദേഴ്സ്, ഇതിനൊന്നും, ഈ എസിനൊന്നും നമ്മൾ അപ്പോസ്ട്രഫി ഇടില്ല. ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അതേപോലെ യുവേഴ്സ് എഴുതുമ്പോൾ ഇവിടെ എസിന് അപ്പോസ്ട്രഫി ഇടില്ല. ഓക്കെ, അതൊരു റൂളാണ്. മേക്ക് ഷുവർ ദാറ്റ് യു റിമെമ്പർ ഇറ്റ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സെപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പം മേക്ക് ഷുവർ യു റിമെമ്പർ ദീസ് എക്സെപ്ഷൻസ്. ദെൻ പാരന്തീസിസ്, ഇങ്ങനത്തെ റൗണ്ട് ബ്രാക്കറ്റ്സിനെയാണ് നമ്മൾ പാരന്തീസിസ് എന്ന് പറയാം. Parenthesis is used to set off an information which is not essential to the meaning of a sentence. അതായത് ആ മീനിങ്, ഒരു സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ആവശ്യമില്ലാത്തൊരു ഇൻഫർമേഷൻ, an additional information that will always help the reader but need not be as important as the sentence. അതായത് സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ ആ കാര്യം ആവശ്യമില്ല, പക്ഷേ എന്നാലും അത് അവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ parenthesis. It is also used to clarify or expand the preceding or following information, to expand abbreviation or insert dates. ഈ കാര്യങ്ങൾക്കും ഒരു parenthesis ഉപയോഗിക്കാം. In academic writing, parenthesis is used to provide in-text citation. ഇൻ-ടെക്സ്റ്റ് സൈറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊരു കൊട്ടേഷൻ ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ അത് എവിടെ നിന്ന് എടുത്തതാണ് എന്ന് അവിടെ തന്നെ പറയണം. ആ കൊട്ടേഷന് ശേഷം തന്നെ പറയണം. ആ ഡീറ്റെയിൽസ്, അതായത് ഓഥറിന്റെ പേര്, ബുക്കിന്റെ പേര്, പേജ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ
പാരന്തീസിസ് ബ്രാക്കറ്റ്സിലാക്കിയിട്ടാണ് നമ്മൾ എഴുതാറ്. Okay, so make sure you know the first two very well, first two use of parenthesis very well. You just have to remember that parenthesis is also used to give in-text citation. അതെങ്ങനെ എന്നുള്ളത് നിങ്ങൾ അത്ര ബോധർ ചെയ്യേണ്ട കാര്യമില്ല. So example ആയിട്ട് APJ Abdul Kalam 1931-2015 was the 11th president of India. അപ്പം ഇത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അബ്ദുൽ കലാം എത്ര കാലം ജീവിച്ചിരുന്നു എന്ന് പറയുന്ന, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഒരു പാരന്തീസിസിൽ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു കംപ്ലീറ്റ് ദ മീനിങ് ഓഫ് ദ സെന്റൻസ്. അതായത് APJ അബ്ദുൽ കലാം വാസ് ദ 11th president of India എന്ന് പറഞ്ഞാൽ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ഈ പാരന്തീസിസിലുള്ള കാര്യം അഡീഷണൽ ഇൻഫർമേഷൻ മാത്രമാണ്. Then, what is the eligibility criteria to become an MLA, Member of Legislative Assembly? അപ്പോൾ MLA എന്നുള്ള ഒരു അബ്രീവിയേഷന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അത് നമ്മൾ പാരന്തീസിസിൽ കൊടുക്കുന്നു, ബ്രാക്കറ്റ്സിലാക്കിയിട്ട് കൊടുക്കുന്നു. Then, square brackets or brackets, also known as square brackets. It is used to insert a clarification, a translation, parenthesis within parenthesis, and a change in capitalization. ഇതിനൊക്കെയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുക. കണ്ട സ്ക്വയറിന്റെ ഒരു ഭാഗം പോലെ തോന്നുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇൻസേർട്ട് ക്ലാരിഫിക്കേഷൻ, ഒരു കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ് എങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കും. സാധാ ബ്രാക്കറ്റ്സ് അല്ല, സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ ട്രാൻസ്ലേഷനും ഒക്കെ ഉപയോഗിക്കുക. വിശ്വവിഖ്യാതമായ മൂക്ക്, അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് ദ വേൾഡ് റിനൗണ്ട് നോസ്. അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിലാക്കിയിട്ട് കൊടുക്കും. So that a non-Malayali reader can understand the title very easily. It's a story by Vaikam Muhammad Bashir. ഓക്കെ, ഇപ്പം ഒരു അക്കാഡമിക് റൈറ്റിംഗിലൊക്കെ ആണെങ്കിൽ നമ്മൾ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ടൈറ്റിലാണ്, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലുള്ള ടൈറ്റിലാണ്, നേറ്റീവ് ലാംഗ്വേജിലുള്ള ടൈറ്റിലാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എപ്പോഴും ട്രാൻസ്ലേഷൻസ് കൊടുക്കും. കാരണം ഇറ്റ് വിൽ ഹെൽപ്പ് അവർ റിട്ടൺ മെറ്റീരിയൽ ടു ബി അണ്ടർസ്റ്റുഡ് ബൈ എ ഫോറിനർ വെരി ഈസിലി. അതായത് നമ്മൾ എഴുതുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതൊരു ഫോറിനർക്ക് വരെ വായിക്കാം. റിസർച്ചിലൊക്കെ നമ്മളത് ചെയ്യും. അപ്പം ഫോറിനർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാൻ നമ്മൾ എപ്പോഴും ട്രാൻസ്ലേഷൻസ് കൊടുക്കും. ആ ട്രാൻസ്ലേഷൻസ് കൊടുക്കുമ്പോൾ അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് ഇടുക. ഓക്കെ, ദെൻ ഇഫ് യു ഹാവ് പാരന്തസിസ് വിത്തിൻ പാരന്തസിസ്, ഒരു ബ്രാക്കറ്റിനകത്തൊരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റ് റൗണ്ട് ബ്രാക്കറ്റ്സും പിന്നുള്ളത് സ്ക്വയർ ബ്രാക്കറ്റ്സും ആക്കാം. തിരിച്ചും ചെയ്യാം. Okay, then if you have a clarification or a change in capitalization, you can provide a single thing in square brackets. അതായത് she said that travel becomes a strategy for accumulating photographs. അങ്ങനെയാണെങ്കിൽ ഈ T was supposed to be capital എന്ന് വിചാരിക്കാം. But I have used a small letter T because it is in the middle of my sentence. അതുകൊണ്ട് ഞാൻ ഇതിനെ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഇടുന്നു. ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇൻ ദ ഒറിജിനൽ ടെക്സ്റ്റ് ഇറ്റ് വാസ് എ ക്യാപിറ്റൽ ലെറ്റർ ഓർ എ ക്യാപിറ്റൽ T വാസ് യൂസ്ഡ് ഹിയർ. ഒറിജിനൽ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് എന്നും ഇതിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നും റീഡർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാം. ദെൻ dash or mdash. It is called an mdash, em ആണ്. It is called an mdash because it is as lengthy as a capital letter M. Capital M എഴുതുമ്പോൾ ഉള്ള അത്രയും വലുപ്പം ഈ ഡാഷിനുള്ളത് കൊണ്ടാണ് നമ്മൾ mdash എന്ന് വിളിക്കുന്നത്. It is 3 times longer than a hyphen. Hyphen ആണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പങ്ക്ച്വേഷൻ. അതിനേക്കാളും 3 മടങ്ങ് വലുതാണ് ഒരു mdash. And is slightly longer than an ndash. Ndash എന്താണെന്ന് നമ്മൾ ഇപ്പൊ തന്നെ പറയും. ആദ്യം നമുക്ക് mdash എന്താണെന്ന് നോക്കാം. It is used to replace a colon. കോളൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ കോളൻ അല്ലെങ്കിൽ കോമ, പാരന്തീസിസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ mdash ഉപയോഗിക്കാം. Because all these are considered less formal. Commas are considered
Comma is considered less formal in academic writing. Academic writing la comma കുറച്ച് less formal ആണ് എന്നുള്ളതുകൊണ്ട് we can replace it with m dash. M dash indicates a break in the flow of a sentence to give some additional information. Comma പോലെ തന്നെ ഒരു additional information insert ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ M dash യൂസ് ചെയ്യുന്നത്. M dash will help you to make your writing more empathetic. കുറച്ചും കൂടെ empathetic ആക്കാൻ വേണ്ടി, കുറച്ചും കൂടെ ഒരു ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി M dash ഹെൽപ്പ് ചെയ്യും. No student, not even the leader of the students' union, was present to receive the chief guest. അതായത് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. No student, not even the leader of the students' union, was present to receive the chief guest. ഇവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്, ഒരു ചെറിയ ബ്രേക്ക് ആണ് because of the use of m dash. In order to give an additional information, you can use an m dash. Okay. Then what is an n dash? N dash is named n dash because it is of the length of a small letter n. Okay, approximately the length of the letter n. N ന്റെ ഈ ലെങ്ത്തിൽ വരുന്നതുകൊണ്ടാണ് ഇതിനെ n dash എന്ന് വിളിക്കുന്നത്. It is shorter than m dash. m dashനെക്കാളും ഷോർട്ടർ ആണ്. ഏറ്റവും വലുത് m dash ആണ്, പിന്നെ n dash, പിന്നെ ഹൈഫൺ, അങ്ങനെയാണ് വരുന്നത്. It is used to provide inclusive page numbers and dates. Space is not needed before or after n dash. n dash എഴുതി കഴിയുമ്പോൾ അതിന്റെ മുന്നെയോ പിന്നെയോ സ്പേസ് ഇടേണ്ട ആവശ്യമില്ല. The guidelines are provided in pages 14 to 49. ഈ ഒരു സീരീസ് ഓഫ് പേജ് നമ്പേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് n dash ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഡേറ്റ്സ്, ഇപ്പൊ നമ്മൾ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ്സിൽ ഡേറ്റ്സ് കൊടുത്തു. ആ ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് n dash ഉപയോഗിക്കാം. അത് തന്നെ 12th to 14th, the seminar will be conducted from 12th to 14th എന്നുള്ളതിന്റെ ആ 12th to 14th ഇടയിൽ നമുക്ക് n dash ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഇൻക്ലൂസീവ് പേജ് നമ്പേഴ്സും ഡേറ്റ്സും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ n dash ഉപയോഗിക്കുന്നത്. You needn't put a space before or after n dash. The next one is a hyphen, the smallest of dashes. 3 dash നമ്മൾ പറഞ്ഞു, m dash, n dash, hyphen. Hyphen ആണ് ഏറ്റവും ചെറുത്. Used between prefix and proper noun and prefix and a number. പ്രിഫിക്സും പ്രോപ്പർ നൗണും തമ്മിലും പ്രിഫിക്സും ഒരു നമ്പറും തമ്മിലും ഇത് യൂസ് ചെയ്യും. അതിന്റെ രണ്ടിന്റെ ഇടയിൽ നമ്മൾ ഹൈഫൺ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പ്രിഫിക്സ് ആൻഡ് പ്രോപ്പർ നൗൺ ആണെങ്കിൽ പ്രീ വാർ സിനാരിയോ, വാറിന്റെ മുന്നേ എന്ന് പറയാം. പോസ്റ്റ് വാർ സിനാരിയോ അങ്ങനെയും പറയാം. ദെൻ ആന്റി അമേരിക്കൻ, എക്സ് ഹസ്ബൻഡ്, ഐ എം സെൽഫ് റിലയൻറ്റ്, ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രിഫിക്സസ് ഉണ്ട്. ഓൾ, ക്രോസ്, ക്രോസ് കൾച്ചറൽ, എക്സ് വൈഫ്, സെൽഫ് റിലയൻറ്റ്, ഹാഫ് ബ്രദർ, ഹാഫ് ബ്രദർ, ആന്റി നാഷണൽ, ഇങ്ങനെയുള്ള ഇത്തരം പ്രിഫിക്സിന്റെ മുന്നേ ഇത്തരം പ്രിഫിക്സിന് ശേഷം വി ഓൾവേസ് യൂസ് എ ഹൈഫൺ. ഓക്കെ, ദീസ് ആർ പ്രിഫിക്സസ് for which we always use a hyphen. Okay, എപ്പോൾ നിങ്ങൾ ആ പ്രിഫിക്സ് വെച്ചിട്ട് ഒരു വാക്ക് എഴുതുമ്പോഴും എപ്പോഴും ഹൈഫൺ ഉപയോഗിക്കണം. Okay, hyphen is also used in hyphenated words. Certain words are considered as hyphenated. ഒറ്റ വാക്കായിട്ടല്ല, hyphenated. എന്നാൽ പിന്നെ അവർ 2 വാക്കുകളും അല്ല. Like self-reliant is not 2 words. It is seen as a single word but hyphenated word. The edition I purchased was low priced. Low priced is not 2 words. അത് 2 വാക്കല്ല, പകരം ഒരു ഹൈഫണേറ്റഡ് വാക്കാണ്. എന്നാൽ ഒറ്റ വാക്കുമല്ല, പക്ഷെ ഒരു ഹൈഫണേറ്റഡ് വാക്കാണ് ലോ പ്രൈസ്. അതേപോലെ തന്നെ വെൽ റിട്ടൺ, അങ്ങനെ പറയുമ്പോൾ വി യൂസ് എ ഹൈഫൺ. ഓക്കെ, ഒരു ചെറിയ ഡൗട്ട് വരികയാണ്, ഇത് ഹൈഫണേറ്റഡ് ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് എ ഡിക്ഷണറി ഇൻ ഓർഡർ ടു ക്ലാരിഫൈ യുവർ സെൽഫ്, എസ്പെഷ്യലി വെൻ യു ആർ റൈറ്റിംഗ് an academic piece of writing. Then a period, the simplest punctuation mark in English. It falls at the end of a sentence. ഒരു ഫുൾ സ്റ്റോപ്പിനെയാണ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുന്നത്. അത് എവിടെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു എൻഡ് ഓഫ് ദ സെന്റൻസിൽ മാത്രമേ നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. Sentences ending with exclamation mark does not need a period. എക്സ്ക്ലമേഷൻ മാർക്കിലാണ് ഒരു സെന്റൻസ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമില്ല.
A direct question ends with a question mark and does not need a period. ഒരു question ആണെങ്കിൽ direct question ആണെങ്കിൽ it ends with a question mark. You do not need to put a period. An indirect question always ends with a period. He inquired why I was late. അവിടെ നമ്മൾ full stop ഇടും, question mark അല്ല ഇടേണ്ടത്. A series of 3 periods are called ellipses. 3 full stop ഒരുമിച്ച് ഇടുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം 3 കുത്തിടാറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലിപ്സിസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫ്യൂ മിസ്സിംഗ് വേർഡ്സ്. ഈ എലിപ്സിസ് ഇട്ടാൽ ചില വാക്കുകൾ മിസ്സിംഗ് ആണ് എന്നാണ് അർത്ഥം. വി യൂസ് ഇറ്റ് ഇൻ ലോങ് കൊട്ടേഷൻസ്. ചില സെന്റൻസുകളൊന്നും നമുക്ക് വേണ്ട, ചില വാക്കുകളൊന്നും വേണ്ട, അത് ലെങ്തിയർ ആക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ നമ്മളിങ്ങനെ 3 കുത്തു ഇട്ടിട്ട് ഒഴിവാക്കാറുണ്ട്. Okay, so that you don't actually mess with the quotation, but always indicates that a few words are missing. നിങ്ങൾ ആ വാക്കുകൾ ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പറയാണ് എലിപ്സിന്റെ യൂസിൽ ചെയ്യുന്നത്. സെന്റൻസസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ഡസ് നോട്ട് എൻഡ് വിത്ത് എലിപ്സിസ്. എലിപ്സിസിൽ ഒരിക്കലും എൻഡ് ചെയ്യില്ല. അതായത് എലിപ്സിസ് എവിടെയാ ഉപയോഗിക്കുക? വലിയൊരു കൊട്ടേഷന്റെ നടുക്കൊക്കെ നമ്മൾ 2-3 വാക്ക് വിടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എലിപ്സിസ് കാരണം നോട്ട് ചെയ്യുക, എലിപ്സിസ് വെച്ചിട്ട് നോട്ട് ചെയ്യുക. എൻഡിൽ നമ്മൾ ഒരിക്കലും എലിപ്സിസ് വെക്കില്ല. ഓക്കെ, യു ഹാവ് ടു റിമെമ്പർ ദിസ് പോയിന്റ്. Then if a sentence ends with a parenthesis, the period is placed ആണ്, എസ് അല്ല ഡി ആണ് ഇവിടെ വരുന്നത്. Placed outside the parenthesis. ഒരു പാരന്തസിസിൽ ഒരു ബ്രാക്കറ്റ്സിൽ ഉള്ള ഒരു കാര്യം ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ഈ ഫസ്റ്റ് എക്സാമ്പിൾ പോലെ, ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഗെറ്റ് ഗുഡ് ഹോട്ടൽ റൂം ഇൻ മൂന്നാർ ഡ്യൂറിങ് നവംബർ ദ പീക്ക് ട്രാവൽ സീസൺ. ഈ ഒരു ഫുൾ സെന്റൻസിൽ ഒരു ബ്രാക്കറ്റ്സിലുള്ള ഒരു കാര്യം, പാരന്തസിസിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ പാരന്തസിസ് കഴിഞ്ഞിട്ടാണ്, ഔട്ട്സൈഡ് ദ പാരന്തസിസ് ആണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. On the other hand, if the parenthesis consists of a full sentence, then the period is placed inside it. ഇതിനകത്തൊരു ഫുൾ സെന്റൻസ് വരികയാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഗുഡ് റൂംസ് ഇൻ ആലപ്പുഴ ആസ് വെൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാരന്തസിസിന്റെ ഉള്ളിൽ ഫുൾ സ്റ്റോപ്പ് ഇടും. If this is both these sentences are a single sentence, അത് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ it is not easy to get good hotel room in Munnar during November എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ്സിൽ it is difficult to get good rooms in Alappuzha as well എന്ന് പറയുകയാണെങ്കിൽ parenthesis will be put inside the bracket. Otherwise you can put the parenthesis outside the bracket. Okay. Periods are used in lowercase abbreviations. ചെറിയ അക്ഷരങ്ങളിലുള്ള ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലാത്ത abbreviations, ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. അതായത് എക്സെട്ര കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ്, എക്സാമ്പിൾ എന്നുള്ളതിന്റെ ഇ കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ്, ജി കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ്. മിക്സഡ് ആയിട്ടുള്ള മിക്സഡ് കേസ് എബ്രീവിയേഷൻസിലും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. മിസ്റ്ററിന്റെ എം ക്യാപിറ്റൽ ആണ്, ആർ സ്മോൾ ആണ്, അതിന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. അതിന് തന്നെ അപ്പർ കേസ് അബ്രീവിയേഷൻസ് ഡസ് നോട്ട് യൂഷ്വലി നീഡ് പീരിയഡ്സ്. ഇപ്പൊ റാം, ATM, CBI അതിനൊന്നും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടില്ല. പീരിയഡ്സ് ആർ യൂസ്ഡ് ഇൻ അപ്പർ കേസ് അബ്രീവിയേഷൻസ്. ചില അപ്പർ കേസ് അബ്രീവിയേഷൻസ്, ഇപ്പൊ നമ്മൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇതിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. ഓക്കെ, ദർ ആർ ഓൾവേസ് എക്സെപ്ഷൻസ്. ഇതും ഒരു എക്സെപ്ഷൻ ആണ്. എല്ലാ റൂളിനും എക്സെപ്ഷൻ ഉണ്ട്, ഇതൊരു എക്സെപ്ഷൻ ആണ്. Then capitalization. What do you mean by capitalization? Economics-ൽ പഠിക്കുന്ന capitalization അല്ല ഇത്. Capitalization refers to the writing of the first letter of a word in uppercase and the rest in lowercase. You should use capitalization only if it is necessary. All caps, എല്ലാ അക്ഷരവും ക്യാപിറ്റലൈസ് ആക്കിയിട്ട് ഒരിക്കലും ഒരു അക്കാഡമിക് റൈറ്റിംഗിൽ എഴുതാൻ പാടില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് റൂഡ് ആൻഡ് അൺഅപ്രോപ്രിയേറ്റ്. ഓക്കെ, ദ ഫസ്റ്റ് വേർഡ്സ് ഓഫ് എ സെന്റൻസ് ഇസ് ഓൾവേസ് ക്യാപിറ്റലൈസ്. നമ്മൾ എപ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ കൊണ്ടുവരിക? സെന്റൻസിന്റെ ബിഗിനിങ്. അതായത് നമ്മളിപ്പം ഇവിടെ റൈറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ ഇതൊരു ക്യാപിറ്റലൈസേഷൻ ആണ്. അതേപോലെ ക്യാപിറ്റലൈസേഷൻ എന്ന് എഴുതിയിട്ടുള്ളതിന്റെ C ക്യാപിറ്റൽ ആണ്, ഇതൊരു ക്യാപിറ്റലൈസേഷൻ ആണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വേർഡ്സ് ഇൻ എ സെന്റൻസ്, first word in a sentence is always capitalized. Then the following are also capitalized. എന്തൊക്കെയാണ്?
മറ്റ് ക്യാപിറ്റലൈസേഷൻ, ദ മെയിൻ വേർഡ്സ് ഓഫ് എ ടൈറ്റിൽ. ഒരു ടൈറ്റിലാണ് നിങ്ങൾ എഴുതുന്നത്. ഹൗ ടു റൈഡ് എ ബൈക്ക് എന്നുള്ള ഒരു ടൈറ്റിൽ. അതിൻ്റെ ആദ്യത്തെ വാക്ക് എപ്പോഴും ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഏത് ടൈറ്റിൽ എടുത്തു നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റിന്റെ പേരെടുത്ത് നോക്കൂ, റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ്, അതിന്റെ മെയിൻ വാക്കുകളൊക്കെയും ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക? നൗൺസ് ഒക്കെയാണ്, നൗൺസ്, പ്രൊനൗൺസ്, പ്രൊപ്പോസിഷൻസ് ഒക്കെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക. ഈ കൺജങ്ഷൻസും സബോർഡിനേറ്റ് കൺജങ്ഷൻസും ഒന്നും ക്യാപിറ്റലൈസ് ചെയ്യില്ല. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫോർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ടു, ഇഫ്, ഈസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്യാപിറ്റലൈസ് ചെയ്യില്ല. പ്രോപ്പർ നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺസ്, അതും ക്യാപിറ്റലൈസ് ചെയ്യും. പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ പേരുകൾ, സ്ഥലത്തിന്റെ പേര്, ഒരു ബുക്കിന്റെ പേര്, ഒരാളുടെ പേര്, അതൊക്കെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഇപ്പൊ ഫ്രാൻസ് പോലെ. adjectives derived from proper noun. Grecian earn, Grecian എന്ന് പറയുന്ന വാക്ക് ഇറ്റ്സ് derived from Greek or Greece എന്ന് പറയുന്ന പ്രോപ്പർ നൗണിന് വന്നിട്ടുള്ളതായതുകൊണ്ട് അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. Then days and months are capitalized. ഡേയ്സും മന്തും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. സൺഡേ, ജനുവരി, അങ്ങനെ എല്ലാ മന്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അതും ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കും. അപ്പം ഗോ ത്രൂ ഓൾ ദ പങ്ക്ച്വേഷൻ. നമ്മൾ 12 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ വെൻ ടു യൂസ് ദീസ് പങ്ക്ച്വേഷൻസ്. നിങ്ങൾക്ക് തിയററ്റിക്കൽ ആയിട്ട് അതിന്റെ യൂസ് ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. അതർവൈസ് ഇറ്റ് കുഡ് ഓൾസോ ബി ആസ്ക്ഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും ചോദിക്കാം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സസൈസ് എന്ന് പറയുന്നത് പങ്ക്ച്വേറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു പാരഗ്രാഫ് പങ്ക്ച്വേറ്റ് ചെയ്യാൻ പറയുന്നതായിട്ടും വരാം. Okay, make sure you know how to use punctuation marks.